അങ്ങനെ നമ്മൾ പറഞ്ഞ ഓരോ ഐറ്റംസും വരുന്നുണ്ട്. ചിക്കൻ, കല്ലുമ്മക്കായി, പിന്നെ ഇതാ നമ്മുടെ പന്നിയിറച്ചി നമുക്കിവിടെ നമ്മുടെ നാട്ടിലൊന്നും അധികം കിട്ടാത്തതാണ്. നമ്മൾ എറണാകുളം ഏരിയയെല്ലാം പോയി കഴിഞ്ഞാൽ മാത്രമേ പന്നിയിറച്ചി കിട്ടത്തുള്ളൂ. ഇവിടെ നമുക്ക് പന്നിയിറച്ചി കപ്പ നല്ല അടിച്ച് സെറ്റാക്കിയിരിക്കുകയാണ്. ഇത് നല്ല അടിപൊളി കപ്പയാണ്. നല്ല അടിപൊളി കപ്പ കാണുമ്പം തന്നെ നമുക്ക് വായിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ നല്ല നട്ടുച്ചയായിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അവിടെ ഒരു കള്ള് ഷാപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷാപ്പിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം. എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? സ്പെഷ്യലി താറാവ്, പന്നി, പിന്നെ മുയല്. ഓക്കെ. അത് എപ്പോഴും ഇവിടെ ഉണ്ടാവും. പിന്നെ വലിയ തലക്കറി ഉണ്ടായിട്ടുണ്ട്. തലക്കറി നോർമൽ അല്ലാണ്ട് വലിയ തലക്കറി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അത് എപ്പോഴും ഉണ്ടാവോ? അത് കുറച്ച് 2-3 ദിവസം ഇടപെട്ടിട്ട് അങ്ങനെ. ഓക്കെ. നിങ്ങൾക്ക് തലക്കറി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് വന്നാലും മതി. ആട്ടിൻ തല. ഓക്കെ. ആട്ടിന്റെ തല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു പറയാം. ഇപ്പോൾ ഒരു ടീമായിട്ട് ഒരു 10 ആളായിട്ടെല്ലാം വരുവാണെങ്കിൽ ആട്ടിന്റെ തല നിങ്ങൾക്ക് സെറ്റാക്കി തരണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ നമ്പർ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഇവിടെ ഉണ്ടാകുന്ന വെച്ചാൽ പുട്ട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ കപ്പ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബോർഡുണ്ട്. ഓക്കെ. ഇത്രയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. പാത്തിക്കൽ ഒളവിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സാധനം വരുന്നത്. നമ്മുടെ പുതിയ റോഡിൻ്റെ സൈഡിലായിട്ടാണ്. ഹലോ. നമ്മളിപ്പോൾ പള്ളിപ്പുറം ഷാപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് ഇൻ കേസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ബീഫ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. താറാവ് കഴിഞ്ഞിട്ടുണ്ട്. മുയൽ വേണമെങ്കിൽ മുയൽ അവൈലബിൾ ആണ്. പക്ഷേ എത്രയോ 150 റുപ്പീസ് അങ്ങനെ വരുന്നത്. കുറച്ച് ഐറ്റംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നല്ല അടിപൊളി കപ്പ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ എടുത്ത് വായി വെക്കടായിരുന്നു. അങ്ങനെയുണ്ട്. വീട്ടിൽ നിന്ന് കഴിക്കുന്നല്ലേ? എന്നാ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? നല്ല രസമുണ്ട്. നമ്മളെ കല്ലുമ്മക്കായി പൊരിച്ചത് അടിപൊളി ഫ്രൈ ആണ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് പന്നിയിറച്ചി, അടിപൊളി പന്നിയിറച്ചിയാണ്. പിന്നെ നമ്മൾ ഒരു ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ട്. ഫിഷിൻ്റെ ഐറ്റംസ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫിഷ് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അടുത്ത വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഫിഷ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്യാം. നമ്മളാരും കള്ള് കുടിക്കാത്തതുകൊണ്ട് നമ്മൾ ഇത് പറഞ്ഞിട്ടില്ല. കള്ള് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഫുഡ് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റവും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഷാപ്പിൽ വന്ന സ്ഥിതിക്ക് അവർ ഗ്ലാസ് സാധനം എല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കല്ലുമ്മക്കായിനെ ഫ്രൈ ചെയ്യാൻ കണ്ടിട്ടില്ലേ? ഒന്ന് എടുത്ത് തിന്നാൻ ഭയങ്കര ഒന്ന് എടുക്കുക. നല്ല അടിപൊളി ഫ്രൈ ആണ്. പിന്നെ ചിക്കൻ കറി കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ പന്നിയിറച്ചി നോക്കുവാണെങ്കിൽ നല്ല അടിപൊളി പന്നിയിറച്ചിയാണ്. ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പന്നി അടിപൊളി, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ പന്നി. അപ്പോൾ നമുക്കിതാ നല്ല അടിപൊളി കപ്പ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചിക്കൻ്റെ ഗ്രേവി അങ്ങ് ഒഴിക്കും. കപ്പയും ചിക്കനും കുട്ടി ആദ്യം ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ആ കപ്പയും ചിക്കൻ കറിയും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചിക്കൻ്റെ പീസ് എടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള കപ്പയാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളെ ബീഫും വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള ബീഫ് ഫ്രൈ. അപ്പോൾ നമ്മുടെ ബീഫും കൂടെ വന്നിട്ടുണ്ട്. ബീഫ് ഇത്രയല്ല, ഇതിനും കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, നല്ല ചൂടുള്ള ബീഫാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പം നമ്മുടെ പന്നിയും ബീഫും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ചിക്കൻ നമുക്കൊരു മീഡിയം റേഞ്ചിലാണ് വരുന്നത്. കല്ലുമ്മക്കായും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചിക്കനും കൂട്ടി ട്രൈ ചെയ്ത് അടുത്ത് നമുക്ക് ഈ പന്നിയും കൂട്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പന്നി ഇറച്ചി എടുത്തിട്ട് നമ്മൾ ആ കപ്പയിൽ മിക്സ് ആക്കിയിട്ട് കഴിക്കാം. പന്നി ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അത് നമുക്ക് ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബീഫ് നല്ല ചൂടുള്ള ബീഫാണ്. നമുക്ക് ആ ബീഫും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. ബീഫ് വെന്ത് വരുന്നേ ഉള്ളൂ. നല്ല ചൂടോടെയാണ് കൊണ്ടുവന്നത്. ഇത് എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഫുഡ്. എന്താണ് ഇഷ്ടപ്പെട്ടെ? പന്നി, ബീഫ്, കല്ലുമ്മക്കായ. നമുക്ക് ആ കല്ലുമ്മക്കായും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഇതോ കഴിച്ചാൽ ഇഷ്ടപ്പെട്ടെ? കല്ലുമ്മക്കായി. പിന്നെ പന്നി. തേങ്ങ അങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. പൊറോട്ടയോ? നല്ല പൊറോട്ട നല്ലതാ. ചൂട് കുറവൊന്നും അല്ലേ? എനിക്ക് നഷ്ടപ്പെട്ടതോന്നു. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എന്നല്ലാന്ന് പറ. എന്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നാ? ബീഫ് നല്ല ചൂടോടെ കിട്ടിയോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കെന്ന് വെച്ചാൽ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമ്മൾ വലിയൊരു തലക്കറി കഴിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. സംഭവം തലക്കറി ഇവിടെ തീർന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം വലിയ തലക്കറി കിട്ടുന്നത്. അങ്ങനെ ചെറിയ തലക്കറി ഇട്ടേക്കോ. എങ്ങനെയുണ്ട്? എന്നാ കഴിച്ചാൽ ഇഷ്ടപ്പെട്ടെ? പന്നിയാ? നീ എന്നെ പന്നിന്ന് വിളിച്ചതാ? അവിടെ ഇതുപോലെ ഷാപ്പിൽ പോയിട്ട് എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റും? പണ്ട് എറണാകുളത്തേക്ക് പോയില്ല. സോനും എപ്പോഴെങ്കിലും പോയിട്ട് കഴിച്ചിക്കാം ഫുഡ്? സോൻ ജീവിതത്തിൽ ആദ്യമായിട്ട് 10-23 കൊല്ലമായിട്ട് ആദ്യമായിട്ട് ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കും. ശ്രീകുട്ടനോ? ഞാൻ കുറേ പോയി. ഇവൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റൂല. ഇവൻ എവിടെയെങ്കിലും പോയിക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പാടി ഷാപ്പിലാണുള്ളത്. അപ്പോൾ അവിടെയുള്ള ഓരോ ഐറ്റംസും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ചിക്കൻ ചില്ലി ഫ്രൈ ആക്കിയതാണ്. അല്ലേ, ചിക്കൻ ചില്ലി ഫ്രൈ അല്ലേ വരുന്നത്? അപ്പോൾ ചിക്കൻ ചില്ലി ഫ്രൈ ഉണ്ട്. പിന്നെ നമുക്ക് ഇതെന്താണ്? കായ് പുയ്ക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ കൊഞ്ചൻ മുളകിട്ടത്, നല്ല അടിപൊളി കൊഞ്ചൻ മുളകിട്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മളെ പോർക്ക് ഫ്രൈ ആണോ? പോർക്ക് ഫ്രൈ ചെയ്തതാണ്. അടിപൊളി ടേസ്റ്റുള്ളതാണ്. വൺ ടൈം നിങ്ങൾ വരുവാണെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ചു പോകേണ്ട ഐറ്റമാണ്. ഇത് മുളകിട്ടതാണ്. ഇതെന്താ മുളകിട്ട? തെരണ്ടി മുളകിട്ട കക്ക. നല്ല കക്ക നല്ല തേങ്ങയും മറ്റേ വെളിച്ചെണ്ണയും മറ്റേ കറിവേപ്പിലയും ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളി ഐറ്റമാണ്. ഇത് കൂന്തളാണ്. കൂന്തൾ കറിയാണ്. കൂന്തൾ മസാലയാണ്. കൂന്തൾ മസാല. ഇതെന്താണ്? മുയലിറച്ചി. ഇൻകേസ് മുയലിറച്ചി എല്ലായിടയ്ക്കും കിട്ടുന്ന സാധനമല്ല. പക്ഷേ ഇവിടെ ഡെയിലി നിങ്ങൾ മുയലിറച്ചി ചെയ്യുന്നുണ്ടോ? എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഇവിടെ മുയലിറച്ചി കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുയലിറച്ചി വൺ ടൈം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ പാടി കള്ള് ഷാപ്പിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റ് നിങ്ങൾ പറയുന്നത്? ഷാപ്പിൻ്റെ പേരെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? വാടി ഒളവില. ഓക്കെ. നമുക്ക് മത്തിക്കറി എല്ലാം നല്ല എരിവുള്ളത്. നമുക്ക് എരിവുള്ള കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അധികം ആൾക്കാർ ഷാപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഷാപ്പ് എന്ന് പറയുന്നത് കള്ളു പിടിക്കാൻ വേണ്ടി മാത്രമല്ല, നല്ല അടിപൊളി ഫുഡും കൂടിയും കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ ഞണ്ട് ഫ്രൈ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുക. നല്ല അടിപൊളി ഞണ്ടിൻ്റെ ഫ്രൈ കാര്യങ്ങൾ നമ്മുടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടോടെയാണ് ഇവർ കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് വെച്ചാൽ ചിക്കൻ കറി കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല അടിപൊളി കപ്പ ഇവിടെ അവൈലബിൾ. കപ്പ ഇവിടെ കഴിക്കാം. നല്ല അടിപൊളി കപ്പ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നല്ല അടിച്ച് സെറ്റാക്കിയുള്ള കപ്പയാണ്. അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫിഷ് ഫ്രൈ. ഇതാണ് ഫിഷ് വരുന്നത്. ഏട്ടയുടെ ഫിഷ് ഫ്രൈ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്.
അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഐറ്റംസ് ആണ്. അപ്പോൾ 30ഓളം ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാത്തിനും ബഡ്ജറ്റ് പ്രൈസിംഗ് ആണ്. ചെറിയ പ്രൈസിന് എല്ലാ സാധനങ്ങളും കിട്ടും. ഇൻ കേസ് മുയലിറച്ചി വരെ നമുക്ക് വെറും 150 രൂപക്ക് മുയലിറച്ചി നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ കള്ള് ഷാപ്പിലെ പോലെയും ഓവർ പ്രൈസിങ് ഇവിടെ ഈടാക്കുന്നില്ല. അപ്പോൾ നമ്മളെ പാടിയ സ്റ്റാഫിൽ എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെയുള്ള സ്റ്റാഫ് കാര്യങ്ങളെല്ലാം കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ് കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇപ്പോൾ ചെറിയ എല്ലാ പ്രൊഡക്റ്റിനും റേറ്റ് കാര്യങ്ങൾ കുറവാണ്. നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനം കഴിച്ചിട്ട് ആകെ വന്നതെന്ന് വെച്ചാൽ 688 രൂപയാണ്. പൊറോട്ട കാര്യങ്ങൾ, മീൻകറി, പന്നി, ബീഫ് അങ്ങനെ എല്ലാം, ചിക്കൻ എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് സാധനം വാങ്ങാം. അപ്പോൾ നമുക്ക് ആട്ടും തല എന്ന് പറഞ്ഞില്ല, അത് ഫുള്ള് തലയായിട്ടാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ കട്ടയിട്ടാണ് കൊടുക്കുന്നത്? അപ്പോൾ കട്ടയിട്ട് കൊടുക്കുമ്പോൾ എത്ര റേറ്റ് വരുന്നത്? അപ്പോൾ ചെറിയ റേറ്റ് 150 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാ പ്രൊഡക്ട്സും വരുന്നത് 100 രൂപ 150 രൂപയ്ക്ക് ഒരു ഐറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഐറ്റംസിൽ ഏകദേശം ഒരു മുയൽ തറവ് ആണ് 150 രൂപ, ബാക്കിയെല്ലാം ഏകദേശം 100 രൂപയാണ് വെച്ചിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഷാപ്പിലുള്ള പോലെ ഓവർ പ്രൈസിങ് ഇല്ല. നമുക്ക് ചെറിയ പ്രൈസിൽ നമുക്ക് എല്ലാ പ്രൊഡക്ട്സും ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും.